സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിന് പ്രീതി തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവന്റെ പാദങ്ങളെ കർത്താവ് നയിക്കും. അങ്ങനെ ജീവിക്കുന്നവൻ ചിലപ്പോൾ വീണുപോയേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നാം കർത്താവിന്റെ വഴിയെ നടക്കുകയും നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഐശ്വര്യം കരകവിഞ്ഞൊഴുകും. സകല പ്രതികൂലങ്ങളിലും അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ കാത്തുപരിപാലിക്കും. തിരുവചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹെസക്യ രാജാവിനെ നാം കാണുന്നു. കർത്താവിന്റെ വഴിയെ നടക്കുവാൻ ആഗ്രഹിച്ച് നന്മ പ്രവർത്തിച്ച് വിശ്വസ്തനായി കർത്താവിന്റെ മുമ്പിൽ നിന്ന അദ്ദേഹത്തിന് എതിരായി അസീറിയ രാജാവ് വെല്ലുവിളിക്കുകയും ഒരു കത്ത് കൊടുത്തയക്കുകയും ചെയ്തു. ആ സന്ദേശം ഇതാണ്: ഒരു ദേവനും തന്റെ രാജ്യത്തെ എന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയുമോ? അസീറിയ രാജാവിന്റെ ഈ കത്ത് വായിച്ച് ഹെസക്കിയ കർത്താവിന്റെ ആലയത്തിൽ ഈ കത്ത് വച്ച് പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തു: അസീറിയ രാജാവായ ഹെന്നാക്കരീബിനെ കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവൻ നിന്റെ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. അവന്റെ അസ്ത്രം എയ്യുകയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ഇല്ല. സ്നേഹമുള്ളവരെ, പിന്നീട് നാം കാണുന്നത് അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വഴിയെ നടക്കുന്നവനെ കർത്താവ് കാത്തുപരിപാലിക്കും. ഈ ലോകത്തിൽ ദുഷ്ടമാർഗത്തിലൂടെ സമ്പത്തും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നേടുവാൻ പല വഴികളും ഉണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ആ വഴികൾ നിനക്കുള്ളതല്ല, കർത്താവിൽ വിശ്വസിക്കുന്നവനുള്ളതല്ല. തിരുവചനം പ്രഖ്യാപിക്കുന്നു: ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് നീ അസ്വസ്ഥനാകണ്ട. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. ഉയരത്തിൽ വാഴുന്ന കർത്താവേ, സ്വർഗം സിംഹാസനമായവനേ, ഭൂമി തൻ പാദപീഠമായ പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഉന്നതത്തിൽ ഉപവിഷ്ടനായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുന്ന് ആദിയും അന്തവുമായ ദൈവം, ആൽഫയും ഒമേഗയുമായ ദൈവം. ആ കർത്താവിന്റെ മഹത്വത്തെ നമുക്ക് വർണ്ണിച്ചുകൊണ്ട് ഇന്ന് അവിടുത്തെ ആരാധിക്കാം. ഉയരത്തിൽ വാഴുന്ന കർത്താവേ, സ്വർഗം സിംഹാസനമായവനെ, ഭൂമി തൻ പാദപീഠമായ പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. ഹല്ലേലൂയ. ഉയരത്തിൽ വാഴുന്ന കർത്താവേ, സ്വർഗം സിംഹാസനമായവനെ, ഭൂമി തൻ പാദപീഠമായ പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. ആരാധിച്ചിടുന്നു പരിശുദ്ധനെ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ.
സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം നമുക്കാരാധനയെ. കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ദൂതന്മാരോട് ചേർന്ന് ഇന്ന് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ മഹത്വത്തെ ഇന്ന് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. അവിടുത്തെ മഹത്വം ഇറങ്ങുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. രണ്ട് ചിറകുകൾ മുഖം മറച്ച്, രണ്ട് ചിറകുകൾ പാദം മൂടി. രണ്ട് ചിറകുകൾ മുഖം മറച്ച്, രണ്ട് ചിറകുകൾ പാദം മൂടി. രണ്ട് ചിറകിൽ പറന്നു നിന്ന് പരിശുദ്ധൻ എന്നാർത്തി. രണ്ട് ചിറകിൽ പറന്നു നിന്ന് പരിശുദ്ധൻ എന്നാർത്തിടുന്നേ. ആരാധിച്ചിടുന്നു പരിശുദ്ധനെ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ. സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. ആമേൻ. സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം നമുക്കാരാധനയെ. നിൻ മഹത്വം ഇങ്ങിറങ്ങിടുമ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങിടുന്നു. ആമേൻ. നിൻ മഹത്വം ഇങ്ങിറങ്ങിടുമ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങിടുന്നു. നിൻ തേജസ് വെളിപ്പെടുമ്പോൾ അശുദ്ധിയെല്ലാം മാറിടുന്നു. ഹല്ലേലൂയ. നിൻ തേജസ് വെളിപ്പെടുമ്പോൾ അശുദ്ധിയെല്ലാം മാറിടുന്നു. ആരാധിച്ചിടുന്നു പരിശുദ്ധനെ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ. സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം നമുക്കാരാധനയെ. ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തന്റെ പുത്രനെ നമുക്കായി നൽകിയ ദൈവത്തെ ഇന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തെ ഉയർത്തും. പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച കർത്താവായ യേശുവിനെ നമുക്ക് മഹത്വപ്പെടുത്തി സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ യേശുവേ, ഹിതം നിറവേറിടുവാൻ നിൻ പുത്രനെ തന്നതിനാൽ, നിൻഹിതം നിറവേറിടുവാൻ നിൻ പുത്രനെ തന്നതിനാൽ, ലോകത്തെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ ഓർത്തു ഞാൻ വാഴ്ത്തിടുന്നു. ലോകത്തെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ ഓർത്തു ഞാൻ വാഴ്ത്തിടുന്നു. ആരാധിച്ചിടുന്നു പരിശുദ്ധനെ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ. സർവ്വഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും നീ പരിശുദ്ധൻ. സർവ്വ
നമുക്ക് യേശു പാടാം. ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, അങ്ങേക്ക് സ്തുതി. പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത് ശുദ്ധിയിൽ എന്നെ നിർത്തിയതാൽ, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത് ശുദ്ധിയിൽ എന്നെ നിർത്തിയതാൽ, ഈ കനൽ നാവിൽ തന്നതിനാൽ അകൃത്യം നീക്കിയ രാജാ, ഹല്ലേലൂയ. ഈ കനൽ നാവിൽ തന്നതിനാൽ അകൃത്യം നീക്കിയ രാജാവേ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ, ആരാധിച്ചിടുന്നു പരിശുദ്ധനെ. സർവഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും, നീ പരിശുദ്ധൻ. സർവഭൂമിയും നിൻ മഹത്വം ഘോഷിക്കും, നീ പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധിക്കാം, ആരാധിക്കാം, ആമേൻ. ആരാധിക്കാം നമുക്കാരാധിക്കാം. ഓ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം നമുക്കാരാധിക്കാം. പരിശുദ്ധനായ കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.